നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശശി തരൂർ എം പി ദുബായിലേക്ക് പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വമ്പൻ മാസ്റ്റർ പ്ലാൻ. കോഴിക്കോട് പര്യടനത്തിനിടെ മുതിർന്ന CPM നേതാവ് തരൂരിനെ ഫോണിൽ ബന്ധപ്പെട്ടത് പുതിയ ഓഫർ മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ ദുബായ് യാത്ര. തരൂരിനെ അവിടെ വെച്ച് പിണറായിയുടെ വിശ്വസ്തൻ കാണുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. AKG സെന്ററിൽ തയ്യാറാക്കിയ ഓപ്പറേഷൻ തരൂർ ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസിനുള്ളിലെ അവഗണനകളിൽ മനം മടുത്ത് നിൽക്കുന്ന തരൂരിനെ ഇടതുമുന്നണിയിലെ എത്തിക്കാൻ ചിലർ വാഗ്ദാനങ്ങളല്ല CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് LDFിലേക്ക് വരികയാണെങ്കിൽ നിയമസഭയിൽ 15 സീറ്റുകളാണ് വാഗ്ദാനം. ഇതിനു പുറമെ മുന്നണിയിൽ CPIക്ക് തുല്യമായ പരിഗണനയും ഉറപ്പു നൽകുന്നു. ദുബായിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ ഓഫറുകളുടെ ബാക്കി പത്രങ്ങളും മുന്നണി പ്രവേശനത്തിനുള്ള സാങ്കേതിക വശങ്ങളും പിണറായിയുടെ ദൂതൻ തരൂരിനെ അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തരൂർ AKG സെന്ററിലേക്ക് പോകുന്ന അത്രയും മണ്ടൻ തീരുമാനങ്ങൾ എടുക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ. CPMന്റെ മെഗാ ഓഫർ തരൂർ സ്വീകരിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇടതുപക്ഷത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചാൽ തരൂർ ഉടൻ തന്നെ ലോക്സഭാ MP സ്ഥാനം രാജിവെക്കും. ഇതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. നായർ ക്രിസ്ത്യൻ വോട്ടുകളിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാനാണ് പിണറായിയുടെ നീക്കം. തരൂർ കോൺഗ്രസ് വിടുന്നത് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായയെ പോലും ബാധിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വേളയിൽ ഉണ്ടായ അവഗണനയിൽ നീറിപ്പുകയുന്ന തരൂരിനെ കൃത്യസമയത്ത് റാഞ്ചാനാണ് AKG സെന്റർ ലക്ഷ്യമിടുന്നത്. തരൂർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ദുബായിലെ രഹസ്യ ചർച്ചകൾക്ക് ശേഷം കേരളം കാത്തിരിക്കുന്നത് വമ്പൻ വെളിപ്പെടുത്തലുകളായിരിക്കുമെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം CPM ഉന്നത നേതാവാണ് തരൂരിനെ ബന്ധപ്പെട്ടത്. കേരളത്തിൽ ഉടനീളം 15 സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം. പുതിയ പാർട്ടി ഉണ്ടാക്കി ഇടതുമുന്നണിയിലേക്ക് വരാനാണ് നിർദ്ദേശം. അർഹിക്കുന്ന പരിഗണന നൽകാമെന്നും തരൂരിനെ മുതിർന്ന CPM നേതാവ് അറിയിച്ചു. ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ തരൂർ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മുതിർന്ന നേതാവ് തരൂരിനെ ബന്ധപ്പെട്ടത്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും അടർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. CPMന്റെ ഈ മെഗാ ഓഫറിനോട് തരൂർ ഇതുവരെ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ ഒരു മുതിർന്ന CPM നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂരുമായി അതീവ രഹസ്യമായി ആശയവിനിമയം നടത്തി. വെറുമൊരു ക്ഷണമല്ല, കോൺഗ്രസ് നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ LDFന്റെയും UDFന്റെയും പിണറായി സർക്കാരിന്റെയും ശബ്ദമായി തരൂരിനെ മാറ്റുകയാണ് ലക്ഷ്യം. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരുകളും അവഗണനയും മൂലം തരൂർ കുറച്ചുകാലമായി അതൃപ്തനാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കൊച്ചി സന്ദർശന വേളയിൽ ഉണ്ടായ അവഗണന തരൂരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരം കൃത്യമായി മുതലെടുക്കാനാണ് പിണറായിയുടെ നീക്കം.